കുംഭമേളയിൽ ബോംബ് സ്ഫോടനം നടത്തും. 1000-ലേറെ ഭക്തർ കൊല്ലപ്പെടും. നാസിർ പട്ടാൻ എന്ന പേരിലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നുയർന്ന ഭീഷണിയായിരുന്നു ഇത്. ഭീഷണിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ആ അന്വേഷണം ചെന്നു നിന്നതോ ആയുഷ് കുമാർ ജയ്സ്വാൾ എന്ന 17-കാരനിലും. ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനേക്കാൾ പിടിക്കപ്പെടാതിരിക്കാൻ ആൾമാറാട്ടമടക്കം പല വഴികൾ തേടാറുണ്ട് പ്രതികൾ. ഇങ്ങനെ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്യാൻ സ്വന്തം ഐഡന്റിറ്റി മറച്ചുവെക്കുകയാണ് പുതിയ വഴി. അതും ഒരു മുസ്ലിം പേരിൻ്റെയോ വെള്ള വസ്ത്രത്തിൻ്റെയോ മറവിൽ വധഭീഷണിയും വിദ്വേഷ പരാമർശങ്ങളും അഴിച്ചുവിടുന്നത് ഒരു ട്രെൻഡാക്കി മാറ്റിയിരിക്കുകയാണ് ഇത്തരക്കാർ. വടക്കേ ഇന്ത്യയിലാണ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. സൈബർ ഇടങ്ങളിലൂടെ വിദ്വേഷകരമായ കണ്ടന്റുകൾ പ്രചരിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. ഒരു മുസ്ലിം നാമധാരിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ബോംബ് ഭീഷണി ഉയരുന്നത് സർവ്വസാധാരണമായ കാര്യമെന്ന നിലയിലേക്ക് ആളുകളെ ചിന്തിപ്പിക്കാൻ തന്നെ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ടെന്ന് ദി ക്വിൻറ്റ് റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് നാസിർ പട്ടാൻ എന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് ഒരു സന്ദേശം പ്രചരിച്ചത്. 2025 ജനുവരി 13 നടക്കാനിരിക്കുന്ന കുംഭമേളയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകും, 1000-ലേറെ ഭക്തർ കൊല്ലപ്പെടുമെന്ന്. IP അഡ്രസ് കണ്ടെത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് ബീഹാറിലെ ആയുഷ് കുമാർ ജയ്സ്വാൾ എന്ന +1 വിദ്യാർത്ഥിയാണ് ഭീഷണിക്ക് പിന്നിലെന്ന് വ്യക്തമായത്. തുടർന്ന് ആളെ പിടികൂടി. സഹപാഠിയായ നാസിർ പട്ടാനുമായി ജയ്സ്വാളിന് സ്കൂളിൽ പ്രശ്നമുണ്ടായിരുന്നത്രേ. ഇതിന്റെ പക തീർക്കാനാണ് സഹപാഠിയുടെ പേരിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ബോംബ് ഭീഷണി നടത്തിയത്. ഹിന്ദുക്കൾക്കെതിരായ അധിക്ഷേപങ്ങളായും അക്കൗണ്ടിൽ നിരവധി പോസ്റ്റുകൾ ഉണ്ടായിരുന്നു. പോസ്റ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് പ്രയാഗ്രാജ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. സെക്ഷൻ 351/2 ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ, 352 സമാധാന ലംഘനം നടത്താനുള്ള ഉദ്ദേശത്തോടെ മനഃപൂർവ്വം അപമാനിക്കൽ, IT ആക്ടിലെ സെക്ഷൻ 67 എന്നിവ പ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തിവരികയാണ് പോലീസ്. ഹിന്ദുത്വ സംഘടനകളുടെ പഴയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നായിരുന്നു ഇത് സംബന്ധിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ അപൂർവാനന്ദ് ദി ക്വിൻറ്റിനോട് പ്രതികരിച്ചത്. ക്ഷേത്ര പരിസരങ്ങളിൽ മൃഗങ്ങളെ തല്ലിക്കൊന്നു കൊണ്ടിടുക, മാംസം വലിച്ചെറിയുക, ഇങ്ങനെ പല കേസുകളിൽ മുസ്ലിമായി ആൾമാറാട്ടം നടത്തിയാണ് കുറ്റവാളികൾ എത്തുന്നത്. ഒരു സമുദായത്തെ അപകീർത്തിപ്പെടുത്താൻ ഹിന്ദുത്വവാദികൾ നടത്തുന്ന ആസൂത്രണമാണിതെന്ന് തെളിവുകൾ സഹിതം വ്യക്തമായിട്ടുള്ളതാണെന്നും പ്രൊഫസർ അപൂർവാനന്ദ് ചൂണ്ടിക്കാട്ടുന്നു. ഇനി പരാതിക്കാരൻ തന്നെ പ്രതിയായ മറ്റൊരു സംഭവം പറയാം. 2023 ഡിസംബർ 27 ലക്നൗ നിവാസിയായ ദേവേന്ദ്ര തിവാരിയെ തേടി ഒരു ഇമെയിൽ സന്ദേശമെത്തി. അയാളെ മാത്രമല്ല, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ADGP അമിതാഭ് യാഷിനെയും കൊല്ലുമെന്നായിരുന്നു ഭീഷണി. സന്ദേശമെത്തിയത് സുബൈർ ഖാൻ എന്ന മുസ്ലിം പേരിലും. മുസ്ലിങ്ങളുടെ ജീവിതം നരകമാക്കിയെന്നടക്കം വിദ്വേഷം നിറഞ്ഞതും വെറുപ്പുളവാക്കുന്നതുമായ പരാമർശങ്ങൾ കൊണ്ട് ആ സന്ദേശം നിറച്ചിരുന്നു. ഞങ്ങളുടെ ആളുകൾ UPയിൽ എത്തിയിട്ടുണ്ടെന്നും ദേവേന്ദ്ര തിവാരി, യോഗി ആദിത്യനാഥ്, അമിതാഭ് യാഷ് എന്നിവർ ചിന്നിച്ചിതറുമെന്നും ഭീഷണിയിലുണ്ടായിരുന്നു. മുസ്ലിമാണെന്ന് ഊട്ടിയുറപ്പിക്കാൻ ഇമെയിലിൻ്റെ അവസാനം അള്ളാഹുവിൻ്റെ മേൽ സത്യം, അവരെല്ലാം പീഡിപ്പിച്ച് കൊലപ്പെടുത്തും, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ISI ഏറ്റെടുക്കുന്നു എന്നും കൂട്ടിച്ചേർത്തിരുന്നു. സംശയമൊന്നും തോന്നരുതല്ലോ. ഇതുകൂടാതെ നവംബറിൽ ആലം അൻസാരി ഖാൻ എന്ന വ്യക്തിയിൽ നിന്ന് സമാനമായ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇമെയിൽ ലഭിച്ചതായും തിവാരി അവകാശപ്പെട്ടു. കുറച്ചു ദിവസത്തെ അന്വേഷണത്തിന് ശേഷം സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് സുബൈറിനെയും ഒപ്പം അൻസാരിയെയും പിടികൂടി. പക്ഷേ ഇവരുടെ ശരിക്കുള്ള പേരുകൾ തഹാർ സിംഗ്, ഓം പ്രകാശ് മിശ്ര. ഗോണ്ട സ്വദേശികളായ ഇരുവരും മുസ്ലിങ്ങളല്ല. കേസിലെ ട്വിസ്റ്റ് എന്തെന്നാൽ പരാതിക്കാരനായ തിവാരി തന്നെയാണ് ഇവരോട് മുസ്ലിം പേരിൽ ഫേക്ക് ഇമെയിൽ ID ഉണ്ടാക്കി ഭീഷണി സന്ദേശം അയക്കാൻ ആവശ്യപ്പെട്ടതത്ര. സംസ്ഥാനത്ത് നിലനിൽക്കുന്ന വർഗീയ സംഘർഷങ്ങൾ ആളിക്കത്തിക്കാനും സമൂഹത്തിൽ മുസ്ലിങ്ങളെ കൂടുതൽ ഒറ്റപ്പെടുത്താനുമായിരുന്നു ഉദ്ദേശമെന്ന് അഭിഭാഷകൻ അനസ് തൻവീർ പറയുന്നു. ദേവേന്ദ്ര തിവാരിക്ക് ഇതൊരു പുതുമയല്ല. 2022 മാർച്ച്, ഫെബ്രുവരി, നവംബർ, 2021 ഡിസംബർ എന്നിങ്ങനെ നിരവധി തവണ ഇത്തരം വ്യാജ ഭീഷണി സന്ദേശങ്ങളുമായി ഇയാൾ രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് പോലീസ് 2 മൊബൈൽ ഫോണുകൾ, വൈഫൈ റൂട്ടർ, ഒരു ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ എന്നിവ കണ്ടെടുത്തിരുന്നു. ലക്നൌവിലെ അലംബാഗ് പോലീസ് സ്റ്റേഷനിലും സുശാന്ത് ഗോൾഫ് സിറ്റീസ് പോലീസ് സ്റ്റേഷനിലും ഇവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തഹാർ സിംഗ്, ഓം പ്രകാശ് മിശ്ര എന്നിവരെ അറസ്റ്റ് ചെയ്തെങ്കിലും തിവാരിക്കെതിരെ എന്തെങ്കിലും നടപടിയുണ്ടായോ എന്ന കാര്യം വ്യക്തമല്ല. രാഷ്ട്രീയ സ്വാധീനത്തിനു വേണ്ടിയാണ് തിവാരി ഈ പ്രവൃത്തി ചെയ്തതെന്നും ആരോപണമുണ്ട്. ഭാരതീയ കിസാൻ മഞ്ചിൻ്റെയും ഭാരതീയ ഗോസേവ പരിഷത്തിൻ്റെയും പേരിൽ ഇയാൾ ഒരു NGO നടത്തുന്നുണ്ട്. കൂടാതെ ലക്നൌവിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. ദേവേന്ദ്ര തിവാരിയുടേതിന് സമാനമായ നിരവധി കേസുകൾ പൊളിച്ചെഴുതുമ്പോൾ ലക്ഷ്യമിടുന്നതും ഇരയാക്കപ്പെടുന്നതും മുസ്ലിങ്ങളാണെന്ന് വസ്തുതാ പരിശോധന വെബ്സൈറ്റായ ബൂമിൻ്റെ ഡെപ്യൂട്ടി എഡിറ്റർ കരൺ റബലോ ചൂണ്ടിക്കാട്ടുന്നു. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെക്കാൾ Xലാണ് ഈ പ്രചാരണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ഏതെങ്കിലും കുറ്റകൃത്യം ചെയ്ത ക്രിമിനലിൻ്റെ വീഡിയോ മുസ്ലിമാണെന്ന് കാണിച്ച് ഷെയർ ചെയ്യുന്നു. വസ്തുത തേടിപ്പോകുമ്പോൾ ഒന്നുകിൽ അതൊരു മുസ്ലിം അല്ല, അല്ലെങ്കിൽ ആ വീഡിയോ ഇന്ത്യയിൽ നിന്നുള്ളതല്ല എന്ന് തെളിയുന്നത് പതിവാണെന്നും റബലോ ദി ക്വിൻറ്റിനോട് പറഞ്ഞു. ഇനി മുസ്ലിം വേഷമിട്ട് ഭീഷണി നടത്തിയ മറ്റൊരു സംഭവം പറയാം.
2024 ജൂണിൽ വർഗീയ സംഘർഷം സൃഷ്ടിച്ചുവെന്നാരോപിച്ച് ആഗ്രയിൽ അറസ്റ്റിലായ ആളാണ് ധീരേന്ദ്ര രാഘവ്. ഒരു വെള്ളത്തൊപ്പിയും കുർത്തയും ധരിച്ചാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത്. രാമക്ഷേത്രം പൊളിക്കുമെന്നും അവിടെ വീണ്ടും മസ്ജിദ് ഉയരുമെന്നടക്കം വിദ്വേഷ പരാമർശങ്ങൾ അഴിച്ചുവിടുകയായിരുന്നു ഇയാൾ. ഹിന്ദു സമൂഹത്തെ അധിക്ഷേപിച്ചതിൻ്റെ പേരിലും ആൾമാറാട്ടം നടത്തിയതിൻ്റെ പേരിലും ലോക്കൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ കൃത്യം 10 ദിവസത്തിന് ശേഷം വീണ്ടും ഇതേ വേഷം ധരിച്ച് ഇയാൾ എത്തി. ഇത്തവണ അക്രമകാരിയായി അഭിനയിക്കുന്നതിന് പകരം മുസ്ലിം വേഷം ധരിച്ച ഒരു ബോളിവുഡ് ഗാനത്തിന് നൃത്തം ചെയ്യുകയായിരുന്നു ഇയാൾ. ആഗ്ര സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സൂരജ് കുമാർ റായി കഴിഞ്ഞ വർഷം ഇയാൾക്കെതിരെ മതവികാരങ്ങൾ വ്രണപ്പെടുത്താനുള്ള ദുരുദ്ദേശപരമായ ഉദ്ദേശം, വിദ്വേഷം സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഉള്ളടക്കം നിർമ്മിക്കൽ എന്നിവ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായി അറിയിച്ചിരുന്നു. അറസ്റ്റിന് ശേഷവും ഇയാൾ തീവ്ര ഹിന്ദുത്വ പോസ്റ്റുകൾ പങ്കുവെക്കുന്നതും മുസ്ലിം വേഷം ധരിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നതും തുടർന്നു. ബോംബ് ഭീഷണിയോ വിദ്വേഷ പരാമർശങ്ങളോ എന്തുമാകട്ടെ, ഹിന്ദുത്വവാദികൾ ഉദ്ദേശിച്ച നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു കഴിഞ്ഞു. മുസ്ലിങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ആദ്യം ഒരു ധാരണ പ്രചരിപ്പിക്കുക എന്നതാണ് ഇത്തരം കുറ്റവാളികളുടെ ആദ്യത്തെ ലക്ഷ്യം. നോക്കൂ, പ്രതി ഒരു മുസ്ലിം ആയിരിക്കുമെന്ന മുൻവിധി ആളുകളുടെ മനസ്സിൽ കൂടുതൽ വേരൂന്നുന്നു. മാത്രമല്ല, ഇത്തരം പോസ്റ്റുകളുടെ സത്യാവസ്ഥ വെളിച്ചത്ത് കൊണ്ടുവന്നാലും അതിന് വിദ്വേഷ പോസ്റ്റിൻ്റെ അത്ര റീച്ച് ലഭിക്കാറില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന പോസ്റ്റുകളാണ് ആളുകളിലേക്ക് കൂടുതലായി എത്തുന്നത്, കരൺ റബലോ പറയുന്നു. ഇത് മാത്രമല്ല, മുകേഷ് അംബാനിക്ക് വരെ കോടികൾ ആവശ്യപ്പെട്ടുള്ള ഭീഷണി സന്ദേശം എത്തി, അതും ഇമെയിൽ വഴി. ഷതാബ് ഖാൻ എന്ന പേരിൽ ഭീഷണി എത്തിയത് രാജ്വീർ എന്ന ബികോം വിദ്യാർത്ഥിയിൽ നിന്നാണെന്ന് പിന്നീട് കണ്ടെത്തിയിരുന്നു. ഇയാൾ ഗുജറാത്തിൽ നിന്ന് അറസ്റ്റിലാവുകയും ചെയ്തു. കേസുകൾ എല്ലാ വർഷവും ആവർത്തിക്കുന്നതിനാൽ ഈ പട്ടിക അവസാനിക്കുന്നില്ല. വർഗീയത ലക്ഷ്യമിട്ട് ഒരു സമുദായത്തിൻ്റെ ഐഡന്റിറ്റി ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തുന്നതിൽ രാജ്യത്തെ നിയമവ്യവസ്ഥകളും ശിക്ഷയും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന ആവശ്യം വീണ്ടും ഉയരുകയാണ്.